എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പലരും നമ്മെ സഹായിക്കുകയും കൈത്താങ്ങുകയും ചെയ്തത് നമുക്ക് ആശ്വാസവും അനുഗ്രഹവും ആയിത്തീർന്നിട്ടുണ്ട്. തക്ക സമയത്തെ ഒരു വാക്കുപോലും എത്ര വിലയേറിയതാണ്. അതിനൊന്നും പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞെന്നോ അവസരം ലഭിച്ചെന്നോ വരികയില്ല. മാത്രമല്ല, പല നന്മകളുടെയും മൂല്യം നമുക്ക് പ്രതിഫലം നൽകാവുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. എന്നാൽ ദൈവം സകലർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്നു. അത് അവിടുന്ന് തക്ക സമയത്ത് നൽകുകയും ചെയ്യും. നാം ആർക്കെങ്കിലും ഉപകാരം ചെയ്യുമ്പോഴും പ്രതിഫലം ഇച്ഛിച്ച് ഒന്നും തന്നെ ചെയ്യരുത്. ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേദനിപ്പിക്കുന്ന പ്രതികരണങ്ങൾ ലഭിച്ചെന്നും ഇരിക്കും. അത് നമ്മെ തളർത്തുകയോ നിരാശരാക്കുകയോ ചെയ്യരുത്. കാരണം നാം പ്രതിഫലം പ്രതീക്ഷിച്ചല്ല നന്മ ചെയ്യുന്നത്. ചിലരിൽ നിന്നുണ്ടായിട്ടുള്ള കൈപ്പേറിയ പ്രതികരണങ്ങൾ വീണ്ടും നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയും അരുത്. കാരണം നാം അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്നുള്ള പ്രതിഫലത്തെ ഇല്ലാതാക്കും. മനുഷ്യരിൽ നിന്ന് പ്രതിഫലം ലഭിക്കാത്തിടത്തോളം സ്വർഗത്തിലുള്ള പ്രതിഫലം വലുതായിരിക്കും. പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കേണ്ടതിന് പ്രത്യുപകാരം ചെയ്യാനാകാത്തവരെ സഹായിക്കാൻ യേശു പഠിപ്പിച്ചിരിക്കുന്നത് ലൂക്കോസ് 14:14 വായിക്കാം. നാം ഹൃദയംഗമായി ചെയ്യുന്ന ഒരു പ്രയത്നവും വെറുതെയല്ല. ആകയാൽ ഉത്സാഹമുള്ളവരായി ഒരിക്കലും ഒന്നും നമ്മെ തളർത്തുകയില്ലെന്ന നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കാം. ഗോഡ് ബ്ലസ് യു.